ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുമരകത്തെ കുറച്ച് കാഴ്ചകളാണ്. അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയോടെ ഇണങ്ങിയിരിക്കുന്ന കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും രാഗിത്തന്നെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ് പോകുന്നത്. അവിടുന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുമരകത്തോട്ട് പോകുന്നത്. കോട്ടയത്ത് ഉച്ച സമയമാണ്. നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. കോട്ടയത്തൊക്കെ നല്ല അടിപൊളി ഫുഡ് കിട്ടത്തില്ലേ. ഗൂഗിളിൽ നല്ല റെസ്റ്റോറൻറ്റ്സ് തപ്പി നോക്കിയിട്ട് ഒരു കള്ള് ഷോപ്പ് കണ്ടുപിടിച്ചെടുത്തു. അങ്ങനെ റേറ്റിംഗ്സ് ഒക്കെ നോക്കി നമ്മളിത് ഇവിടെ തെങ്ങിൻതോപ്പ് കള്ള് ഷോപ്പ് എന്നുള്ളത് ഈ ഒരു റെസ്റ്റോറൻറ്റിലത്തെ കേട്ടോ. പക്ഷെ പറയാണ്ടിരിക്കാൻ വയ്യ, ഇവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡ് മാത്രമല്ല, ആ ഒരു ആംബിയൻസും അവിടെ ഇരുന്ന് കഴിക്കുന്ന ഏരിയയും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല കിഡിലായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത്. ഇതുപോലെ ഷീറ്റ് ഇട്ടുമുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഓപ്പൺ ഏരിയയും ഉണ്ട്. കണ്ടോ, അവിടെയൊക്കെ ആൾക്കാരിരുന്ന് കഴിക്കുന്നുണ്ട്. അവിടെയും പോയിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഈ ഷീറ്റിട്ട ഏരിയയിലും എവിടെ വേണോ ഇരുന്ന് കഴിക്കാം നമുക്ക്. പിന്നെ കണ്ടോ, രണ്ട് സൈഡും വെള്ളമുണ്ട്. അതിൽ പായലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അതിനകത്ത് മീൻ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ആമക്കുട്ടികളും ഉണ്ട് കേട്ടോ. ആമയുണ്ട്, ഒരു വലിയ ആമയും പിന്നെ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട്. ആ കുഞ്ഞുങ്ങൾ മുകളിലൊരു കല്ല് പോലത്തെ സംഭവത്തിൽ വന്നിരിക്കും. നമ്മൾ കണ്ടു, പക്ഷേ വലിയ ആമേനെ കണ്ടില്ല. അവിടെ നമുക്ക് ഫുഡൊക്കെ തരുന്ന അങ്കിൾ പറഞ്ഞു അവിടെ ആമകളുണ്ടെന്ന് പറഞ്ഞു. പൊതുവേ ഈ കള്ള് ഷാപ്പിലുള്ള ഫുഡ്സ് ഭയങ്കര എരിവുള്ളതല്ലേ. അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് എരിവ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്കിളിനോട് പറഞ്ഞപ്പം ഇല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എരിവ് കുറച്ച് നമ്മൾ പറഞ്ഞാൽ മതി. മുന്നത്തെ പ്രാവശ്യം കുട്ടനാട് പോയപ്പോഴത്തേക്ക് ഇതുപോലെടുത്ത് വാങ്ങിയപ്പോൾ നല്ല എരിവായിരുന്നു. അപ്പം ഇപ്പം അങ്കിള് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എരിവ് കുറച്ചിട്ടാണ് ചെയ്തു തന്നത്. ഇതിൻ്റെ പേര് തന്നെ തെങ്ങിൻതോപ്പ് എന്നാണ്. അതുപോലെ തന്നെ ചുറ്റും തെങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ തെങ്ങിലെല്ലാം മറ്റേ ചെത്ത് തെങ്ങ, ഈ കള്ളുണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ സൺഡേ അല്ല പോയത്. അതുപോലെ തന്നെ ഇത് 2 മണിയൊക്കെ കഴിഞ്ഞു. പക്ഷേ അപ്പുറത്തെ ഒരു ഓപ്പൺ സ്പേസില്ലേ, അവിടെ ഒരുപാട് ഫാമിലീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല സ്വസ്ഥമായി ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. നല്ല ഫുഡായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഓർഡർ ചെയ്ത അപ്പം, കപ്പ, ബീഫ്, പിന്നെ കൊഴുവ, മറ്റേ നമ്മുടെ നൊത്തോലിയില്ലേ ആ സംഭവം, പിന്നെ ചെമ്മീൻ റോസ്റ്റ്. അതാ ഞാൻ പറഞ്ഞത്, മുന്നേ ഭയങ്കര എരിവുള്ളതാണ് എനിക്ക് വേറൊരിടത്തു നിന്ന് കിട്ടിയത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു എരിവ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പാകത്തിന് എരിവിന് ഇട്ട് തന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. ചേട്ടൻ കോട്ടയത്ത് താമസിച്ചിരുന്നപ്പോഴത്തേനും ഇതുണ്ടല്ലോ, ഈ കൊഴുവ, ആ സംഭവം എപ്പോഴും കഴിക്കുമായിരുന്നു അന്ന്. അങ്ങനെ കുറേ നാൾ ആഗ്രഹിച്ചിട്ടാണ് അത് കിട്ടിയത്. എനിക്ക് തോന്നുന്നു അവർ കളറ് ചേർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നല്ല കളറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, പക്ഷേ ആ ആങ്കിളൊന്നും പറഞ്ഞില്ല. ഇതേ ആ തടിക്കഷ്ണത്തിൽ വന്നിരിക്കുന്നുണ്ടോ കുഞ്ഞാമ. കുമരകത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾ പോകുന്നത് നമ്മുടെ ബേർഡ് സാഞ്ചുറിയിലോട്ടാണ് കേട്ടോ. കുമരകം ബേർഡ് സാഞ്ചുറിയിലോട്ട്. അതിൻ്റെ ആ ഒരു എൻട്രൻസിൽ തന്നെ കുറേ ബാംബൂസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുളകൾ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് കയറി പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഒരുപാട് പക്ഷികളെ കാണാം എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ ഇതിനകത്തോട്ട് കയറുന്നത്. കാരണം ഒരുപാട് ഫേമസ് ബേർഡ് സാഞ്ചുറി അല്ലേ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ പാർക്കിങ്ങിനുള്ള ഏരിയയൊക്കെ ഉണ്ട്. സ്കൂട്ടറും കാറും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ മുളകൾ വെച്ചിട്ട് ബാംബൂസ് വെച്ചിട്ടുള്ള ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിലോട്ട് കയറി ചെല്ലുക, ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് 100 രൂപയാണ് ഒരാൾക്ക്. കുട്ടിക്കില്ല, മോന് 5 വയസ്സ്, അവന് ടിക്കറ്റ് കൊടുക്കേണ്ടായിരുന്നു. പിന്നെ പാർക്കിങ്ങിന് 25 രൂപ, പിന്നെ ടാക്സും അങ്ങനെ കൂടെ 230 രൂപയായിരുന്നു നമുക്ക് ആയത് ടോട്ടൽ. ഞാൻ ടിക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഏരിയ, കയറി പോകുന്ന ഒരു ഏരിയ. ഇതാണ് ടോട്ടൽ കണ്ടോ, 230 രൂപയുടെ ടിക്കറ്റാണ്. ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ വന്നത്. ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ ടിക്കറ്റ് കാണിക്കുക. അതിൻ്റെ നേരെ പോകുന്നത് റിസോർട്ടാണ്. നമ്മൾ ഈ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെയാണ്. അവിടെ ബേർഡ് കലണ്ടറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കി റൂട്ട് മാപ്പും എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നടന്നു നോക്കാം, എന്തൊക്കെ ബേർഡ്സിനെ കാണാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കയറി നടന്നു നോക്കാം. പോകുന്ന ഏരിയ ഫുൾ പച്ചപ്പാടോടെ. ഇത് ഏതാണ്ട് ഒരു 14 ഏക്കറോളം ഉള്ള സ്ഥലമാണ്. ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ്മാനാണ്. സോ ഇത് പണ്ട് അറിയപ്പെട്ടിരുന്നത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നാണ്. ഇപ്പോൾ ഇത് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണ് വരുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ജലാശയങ്ങളുണ്ട്. അത്രയും വെള്ളമാണ് കണ്ടോ. വെള്ളവും മരവും അതിൻ്റെ വേരുകളും അങ്ങനെയൊക്കെയാണ്. പോകുന്ന വഴിയിൽ നടപ്പാത
കല്ല് കൊണ്ടിട്ട് ഇതുപോലെ കല്ല് കൊണ്ടിട്ട് നടപ്പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ടൈമിങ് വന്നിട്ട് 6:30 മോർണിംഗ് 6:30 ടു ഈവനിങ് 4:30 വരെയാണ് കേട്ടോ. 4:30 ആകുമ്പോൾ നമ്മൾ ഇതിനുള്ളിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. അങ്ങോട്ടൊരു 2 കിലോമീറ്ററോളം നടക്കാനുണ്ട്, തിരിച്ചും അതുപോലെ 2 കിലോമീറ്റർ. അങ്ങനെ ടോട്ടൽ ഒരു 4 കിലോമീറ്ററാണ് നമുക്ക് നടക്കാനുള്ളത്. ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ആ കിളിയുടെയൊക്കെ ആ ഒരു ശബ്ദവും ഇതെല്ലാം കേൾക്കാം. ഇപ്പോഴും കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാം. പക്ഷേ ഏത് കിളിയെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കൂടുതലും കപ്പിൾസൊക്കെ ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ബേർഡ്സിനെ കാണുന്നതിന് ഉപരി ഇങ്ങനെ ചുമ്മാ നടക്കാം. അങ്ങനെ ബേർഡ്സ് വലുതായിട്ടൊന്നും കണ്ണിപ്പെടാറില്ല. പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാം, അതിന് കൊള്ളാം. പിന്നെ സീസൺസ് ഉണ്ടല്ലോ, ഓരോ സീസൺ അതിനനുസരിച്ചിട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമായിരിക്കും. പിന്നെ കുറേ ഇതുപോലെ പലതരത്തിലുള്ള മരങ്ങളും അതുപോലെ ഇങ്ങനെ വെള്ളവും അങ്ങനെ മൊത്തം കാണാൻ നമുക്ക് കണ്ണിനൊരു നല്ല കുളിർമയാണ്. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പതിയെ നടന്നു പോകാനും ഒക്കെ രസമാണ്. ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എത്തിയത്. 4:30 ആകുമ്പോഴത്തേനും ഇറങ്ങുകയും വേണം. അപ്പം പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോകുന്ന ടൈമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ ബോട്ടിങ്ങിൻ്റെ സെക്ഷനും അവിടെ ബോട്ടും ഒക്കെ കാണാൻ പറ്റും. അപ്പുറത്ത് വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല രസമായിട്ട് നടന്നു പോവാം. പിന്നെ വള്ളിയും ഇതൊക്കെ കണ്ടിട്ട് അവർ തൂങ്ങാനും കളിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് ഒരു കിളി, കിളി എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്നതാണ്. കണ്ടോ, അത് ഒരെണ്ണം കണ്ടു. പിന്നെ കുറേ ബട്ടർഫ്ലൈസ്, പിന്നെ ഒരു ചേര പോലത്തെ സംഭവം, ചേരയാണോ പാമ്പാണോ എന്ന് അറിയത്തില്ല, അങ്ങനെ എഴഞ്ഞു പോകുന്നത് കണ്ടല്ലോ, വെള്ളത്തിൽ കൂടി പോകുന്നത്, അത് കണ്ടു. അതെനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒരുപാട് പക്ഷികൾ ഇവിടെ വരുന്നു. കൂടുതലും ഈ ദേശാടന പക്ഷികൾ ഒരുപാടുണ്ട് എന്നൊക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ സീസൺ അനുസരിച്ച് പോകണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ വീഡിയോസ് കുറേ നോക്കി കേട്ടോ വീട്ടിൽ വന്ന് യൂട്യൂബിൽ. പക്ഷേ അവരുടെയും ഒക്കെ അവസ്ഥ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, കിളികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ കഫേയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ നാലുപങ്ക് ബോട്ട് ടെർമിനലിൻ്റെ അവിടെ എത്തി കേട്ടോ. അടിപൊളി സ്ഥലം, നല്ല ഈവനിങ്ങൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. അതുപോലെ തന്നെ സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലം. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, ബോട്ടും സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ എന്നാലും ഈ പായലുണ്ടോ, ഇത് ആ ഒരു വെള്ളത്തിൻ്റെ, നമ്മുടെ വേമ്പനാട് കായലിൻ്റെ ആ ഒരു താളത്തിനനുസരിച്ച് ഇതിങ്ങനെ എന്താ പറയുക, വേവ്സ് പോലെ വന്നുകൊണ്ടിരിക്കും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ ഇലകൾ മീൻസ് ഈ ഒരു പായലില്ലേ സംഭവം കണ്ട ഇങ്ങനെ വേവ് പോലെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ഈവനിങ് കുറേ നേരം ഇവിടെ വന്നിരുന്നു കേട്ടോ. നല്ല സ്വസ്ഥമായ സ്ഥലം. ആ വേമ്പനാട് കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് വൈകിട്ടായില്ലേ, ഒരു 6-6:30 ആ ഒരു ടൈമായി. അപ്പോൾ ഒരുപാട് പക്ഷികൾ കൂടണയുന്ന സമയമല്ലേ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് പോകുന്നത് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ എനിക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആവാത്തതാണ്, നല്ല സൂര്യൻ നല്ല ഓറഞ്ച് കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ എന്താ പറയുക, കടലിലൊക്കെ പോയി നിന്ന് കാണില്ലേ, അതുപോലെ അടിപൊളിയായിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ പയ്യന്മാരൊക്കെ നിന്ന് വീഡിയോസും അതിൻ്റെ പല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേങ്ങനെ ഇപ്പം തന്നെ ചെയ്യണേ, ഇല്ലെങ്കിൽ മറന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.